നമുക്ക് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ചന്ദ്രികയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ചന്ദ്രിക അയച്ചിരിക്കുന്നത് ഇത് മകൾക്ക് വേണ്ടിയിട്ടാണ് കത്ത് അയക്കുന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുമുണ്ട്. മകൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പമാണുള്ളത്. ഭർത്താവുമായി വല്ലപ്പോഴും ഫോണിലൊന്ന് സംസാരിക്കാറുണ്ട്. ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തോ ഭർത്താവിൻ്റെ വീട്ടിലേക്കോ പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊട്ട് തുറന്നു പറയുന്നുമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. ജാതകപ്പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ ജനിച്ച രാശിയുടെ 6-മത്തെയോ 8-മത്തെയോ രാശിയിൽപ്പെട്ട ഇണയെ വരനായി സ്വീകരിക്കുന്ന പക്ഷം, ഒന്നുകൂടെ പറഞ്ഞാൽ സ്ത്രീ ജനിച്ച രാശിയുടെ 6-മത്തെയോ 8-മത്തെയോ രാശിയിൽ പെട്ട ഇണയെ വിവാഹം കഴിക്കുവാൻ തുനിയുന്ന പക്ഷം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാലത്തെ ഫലം. അതിന് സംസ്കൃതത്തിലും ജ്യോതിഷ ഭാഷയിലും ഷഷ്ടാഷ്ടമം എന്നാണ്. ഷഷ്ടം എന്ന് പറഞ്ഞാൽ 6-മത്തെ എന്നും അഷ്ടമം എന്നാൽ 8-മത്തെ എന്നും അർത്ഥം. 6ഉം 8ഉം രാശികൾ തമ്മിൽ പ്രണയബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, ഇണബന്ധങ്ങൾ, മറ്റേതെങ്കിലും ടുഗദർ ലിവിങ്, ഇപ്രകാരമൊക്കെ ഉള്ള ദാമ്പത്യ ഇതര ബന്ധങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഓരോ കാലങ്ങളിലും അവയ്ക്കൊക്കെ ഓരോ പേരുകൾ ഉണ്ടാവും. എന്തായിരുന്നാലും ഗാന്ധർവം, സ്വയംവരം, വിവാഹം, സംബന്ധം ഇങ്ങനെയൊക്കെ തുടങ്ങി പറയുന്ന, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ജീവിതം, ഇതൊക്കെ പറയുന്ന എല്ലാ അവസ്ഥകളെല്ലാം ദാമ്പത്യത്തിൻ്റെ ഇതര ഭാവങ്ങളാണ്. 6ഉം 8ഉം രാശികൾ തമ്മിലാവുമ്പോൾ 6-മത്തെയും 8-മത്തെയും വർഷം മുതൽ ഇരുവരും തമ്മിലോ അവരുടെ കുടുംബക്കാർ തങ്ങളിലോ മറ്റേതെങ്കിലും തൊഴിൽ സംബന്ധമായോ സാമ്പത്തികം സംബന്ധമായോ ശാരീരിക മാനസിക സംബന്ധമായോ വിള്ളലുകൾ ഉണ്ടാകും. അതിനെയാണ് ഷഷ്ടാഷ്ടമദോഷം. ആ വിള്ളലുകൾ പിന്നീട് ദുരന്തങ്ങളിലേക്കും, കലഹം, വൈരം, യുദ്ധം, മൃതി, ക്ലേശം, രൂക്ഷമേറിയ അഭിപ്രായ വ്യത്യാസം, മാനസിക പക ഇങ്ങനെയുള്ളവയിലേക്ക് വരാൻ വളരെ സാധ്യതകളുണ്ട്. ഇല്ലാത്ത പക്ഷം കുട്ടികളുണ്ടാകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായാൽ അവയെ ചൊല്ലിയുള്ള ഇരുപക്ഷത്തും ഉള്ള അഭിപ്രായ ഭിന്നതകൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള വാക്തർക്കങ്ങൾ, അല്ലെങ്കിൽ ഇണകളിൽ ഏതെങ്കിലും ഒന്നിന് വിദേശത്തേക്കോ അല്ലെ രാജ്യം വിട്ടോ ജീവിക്കേണ്ടതായ അവസ്ഥകൾ, പ്രസ്തുത സമയം ലാക്കാക്കി ചില വ്യക്തികളുടെ ഇവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറ്റം ഇത്യാദികളൊക്കെ വന്ന് ആകെ പ്രശ്നമാക്കാം. ഇനി ഇവയെല്ലാം തരണം ചെയ്താലോ ഈ ഒരു 5, 6, 8 വർഷം അകന്ന് നിന്നിട്ട് വീണ്ടും പുനഃസമാഗമം ഉണ്ടാവും. അല്ല, തീർത്തും അറ്റുപോകുന്നതല്ല. അപ്പോൾ ഇന്നത്തെ മനുഷ്യന് 6ഉം 8ഉം വർഷവും ഒക്കെ അകന്നു നിൽക്കാനോ അല്ലെങ്കിൽ സംയമനം പാലിച്ചു നിൽക്കാനോ ഒന്നും അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, ഒരു മാസം പോലും താല്പര്യമില്ലാത്തവരുണ്ട്. അങ്ങനെ താല്പര്യക്കുറവുകൾ വരുമ്പോൾ നീതിപീഠത്തെ സമീപിക്കുകയോ മധ്യവർത്തികളെ സമീപിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ബന്ധങ്ങൾ അകന്നു പോകാം. ഈ വക കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഫലമാണ് ഷഷ്ടദോഷം. ഇത് ചില രാശികൾ തങ്ങളിലേ ഉള്ളൂ. എല്ലാ രാശികൾക്കും ഇതിന് അപഖ്യാതി പറയാൻ സാധ്യതയില്ല. ചില പ്രത്യേക രാശികൾ തങ്ങളിൽ സഖ്യമുള്ളതിനാൽ, മൈത്രിയുള്ളതിനാൽ അവയ്ക്ക് ഷഷ്ടാഷ്ടമം വലിയ ബാധകമല്ല. ഇവയേക്കാൾ ഉപരി ഗ്രഹങ്ങൾ തങ്ങളിലുള്ള ഐക്യം ഉള്ള ജാതകസ്ഥർക്കും ഷഷ്ടാഷ്ടമം വന്നാൽ ഇതിൻ്റെ ദോഷങ്ങൾ നേരിയ തോതിൽ വന്നു മാറുന്നതാണ്. എങ്കിലും ഈ വക പ്രശ്നങ്ങളാണ്, ഇത് സ്വല്പം ഗൗരവമുള്ളതായതുകൊണ്ടാണ് കത്ത് അയക്കാനും വരാനും വിശദീകരിക്കാനും സാധ്യതയുള്ളത്. അപ്പം 6, 8 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ വിളിയിൽ മാത്രം ഒതുങ്ങുന്നു. കുടുംബക്കാരുടെ കുത്തിത്തിരിപ്പുകളോ സുഹൃത്തുക്കളുടെ കുത്തിത്തിരിപ്പുകളോ അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അതിലേക്ക് മറ്റാരുടെയെങ്കിലും കടന്നു കയറ്റമോ കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകണം എന്നുള്ള ആശയമാണെങ്കിൽ ഐകമത്യം, ഉമാമഹേശ്വരം, സംവാദം, അങ്ങനെ
മധ്യവർത്തികളെ കൊണ്ടുള്ള സംവാദം, അതായത് കോടതി കച്ചേരി കൊണ്ടുള്ള സംവാദം, അതിനും സംവാദങ്ങൾ ചെയ്താൽ അതിനുള്ള അവസരങ്ങൾ വരുമെന്നാണ്. ഇത് തങ്ങളിലുള്ള സംവാദം തന്നെ വേണമെന്നില്ല. പിന്നെ ഐക്യമത്യം, ഇങ്ങനെയുള്ള പല താന്ത്രിക കർമ്മങ്ങളും പ്രതിവിധികളും ഒക്കെ പറയുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലുമൊക്കെ ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ ചെയ്യുക. അതല്ലാത്ത പക്ഷം ഇതിൻ്റെ കൂടുതൽ നിജസ്ഥിതിയെപ്പറ്റി അറിഞ്ഞ് വേർപെടുത്തണമെന്നാണെങ്കിൽ വേർപെടുത്താം. ഒന്നിച്ച് പോകണം എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. കത്തയച്ചതിന് നന്ദി, നമസ്കാരം.